ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2 കാർഡ്സ് സെലക്ട് ചെയ്യുന്നതാണ്. പ്രേക്ഷകർ ഏത് കാർഡാണോ ഏറ്റവും കൂടുതൽ ഇൻറ്റ്യൂട്ടീവ്ലി പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാർഡ് പിക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് വിൽ സീ എന്താണ് ഗൈഡൻസ്. ഓക്കെ, എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്. ഓക്കെ, ബിക്കോസ് ദർ ഈസ് നോ സ്പെസിഫിക് ഇൻറ്റൻഷൻ. ഈ ഒരു വീഡിയോയിലേക്ക് ഒരു സ്പെസിഫിക് ഇൻറ്റൻഷൻ ഞാൻ കൊടുത്തിട്ടില്ല. ബിക്കോസ് വി ആർ ജസ്റ്റ് ഗോയിങ് ടു സീ എന്താണ് പ്രേക്ഷകർക്കുള്ള ഗൈഡൻസ്. ഓക്കെ, സോ ലെറ്റ് സീ 2 കാർഡ്സ് ഡിവൈൻ. ഓക്കെ, ദ ഫസ്റ്റ് വി ഗോട്ട് 2 കാർഡ്സ്. സോ ഫസ്റ്റ് കാർഡ് ആണ് ദ 4th ഹൗസ്, യുവർ ഹോം ആൻഡ് ദ റൂട്ട്സ് ഓഫ് യുവർ ബീങ്. And the second card, the 12th house. This is the area of your life that is overwhelming. You yield to a greater cause or power. Okay, so 2 വ്യത്യസ്ത കാർഡാണ് വന്നിരിക്കുന്നത്. സോ ബിക്കോസ് ഇത് രണ്ടും 2 മീനിങ് ആണ്. ഓക്കെ, 4th ഹൗസ് മീൻസ് ഇറ്റ്സ് അബൌട്ട് യുവർ ഫൗണ്ടേഷൻ. നിങ്ങളുടെ വീട്, കുടുംബം, ഓക്കെ, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഫാമിലി, ഓർ വാട്ട് ഈസ് ഫൗണ്ടേഷൻ ഫോർ യു. നിങ്ങളുടെ കരിയറും ആകാം. ഓക്കെ, ബിക്കോസ് കരിയർ, ബിസിനസ് ഓസ് ഓൾസോ ഫൗണ്ടേഷൻ ഫോർ ഫൈനാൻസസ്. ഓക്കെ, സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. 12th ഹൗസ് മീൻസ് ടോട്ടൽ ഷിഫ്റ്റ് ആണ്. ഓക്കെ, പൈസീസ് ആണ്. സോ ദാറ്റ് മീൻസ് ട്രാൻസ്ഫോർമേഷൻസ്. ഏത് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓർ ഡിഫിക്കൽട്ട് വാട്ട് വി സേ പേഴ്സൺ ആകാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആകാം. സോ 2 വ്യത്യസ്ത കാർഡാണ്. സോ ആയത് പ്രേക്ഷകർ ഒരു കാർഡ് മാത്രം ചൂസ് ചെയ്യൂ. ഓർ ഇഫ് യു വോണ്ട് ടു ചെക്ക് ബോത്ത് ഓഫ് ദം, ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ദ 4th ഹൗസ്. 4th ഹൗസ് മീൻസ് നിങ്ങളുടെ സ്റ്റെബിലിറ്റി. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ അടിത്തറ. അത് ചിലർക്ക് വീടാണ്, ചിലർക്ക് കുടുംബമാണ്, ചിലർക്ക് കുഞ്ഞുങ്ങളാണ്, ചിലർക്ക് കരിയർ ആൻഡ് ഫൈനാൻസസ് ആണ്. ഓക്കെ, ചിലർക്ക് സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ, ബട്ട് സംഹാവ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫോർ ദ ഗ്രൂപ്പ് 1 എൻ്റെ ത്രോട്ട് ചക്രയിൽ ഏറെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഐ ഫീൽ പല പ്രേക്ഷകരും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് പറയണം എന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ വഴിക്കകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റായി പോകുമോ എന്നുള്ള ഒരു ധാരണയാകാം. അതിൽ പ്രേക്ഷകർ പറയുന്നില്ല. ആൻഡ് അത് നിങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ ത്രോട്ട് ചക്ര, ഏതൊക്കെ പ്രേക്ഷകർക്ക് ത്രോട്ട് ചക്രയിൽ ബുദ്ധിമുട്ടുണ്ട്, പറയാൻ പറ്റുന്നില്ല, തൊണ്ടവേദന ഉണ്ടാകാം, ഓർ നിങ്ങൾക്ക് എപ്പോഴും കഫ് അനുഭവപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ടാകാം. ഓക്കെ, സോ അങ്ങനെ ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകർ നേരിടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഗ്രൂപ്പ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഡിവൈൻ, എന്താണ് ഗ്രൂപ്പ് 1 പ്രേക്ഷകർ അറിയേണ്ടത്? എന്താണ് ഗ്രൂപ്പ് 1 പ്രേക്ഷകർ അറിയേണ്ടത്? 10 ഓഫ് വാൻഡ്സ്. ഓക്കെ, Page of Wands, Judgment, Two of Wands. What I feel, ചില പ്രേക്ഷകർ ഓൾറെഡി ഒത്തിരി റെസ്പോൺസിബിലിറ്റീസിലാണ്. ആൻഡ് ദെൻ നിങ്ങൾ പിന്നെയും ഏതൊരു പുതിയ റെസ്പോൺസിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ അങ്ങനത്തെ പ്രേക്ഷകരുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, ബിക്കോസ് സംവെയർ പ്രേക്ഷകർക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഇത്രയും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്, ഇതും കൂടി ഞാൻ എടുക്കാം, പക്ഷേ ഇതെടുത്താൽ ചിലപ്പോൾ ഇതെനിക്ക് ജഡ്ജ്മെൻ്റ് ആയിരിക്കും, ഇതെനിക്ക് ജസ്റ്റിസ് നൽകും. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ആ ഒരു തോന്നലുണ്ട്. ഡിയോ, ഓൾറെഡി നിങ്ങൾ 10 ഓഫ് വാൻഡ്സ് പൊസിഷനിലാണ്. ഓക്കെ, എപ്പോൾ വീഴും എന്നുള്ള പൊസിഷനിലാണ് നിങ്ങൾ. ഓക്കെ, ഇതിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഓക്കെ,
അതർ ദാൻ സറണ്ടറിങ്. ഓക്കെ, ഇഫ് നിങ്ങൾ പുതിയൊരു വർക്ക്, അത് എന്തും ആകാം, ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റി ആകാം, അല്ലെങ്കിൽ കരിയർ ആകാം, നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ കൈൻഡ്ലി നന്നായി ആലോചിക്കുക. ഓക്കെ, ടേക്ക് യുവർ ടൈം. 1 month എങ്കിൽ 1 month ടൈം എടുക്കൂ, ആലോചിക്കൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യൂ. ഓക്കെ, ഞാൻ ഇവിടെ 2 അർത്ഥങ്ങളാണ് പേജ് ഓഫ് വോൺസിൽ വന്നിരിക്കുന്നത്. ചില പ്രേക്ഷകർ അവരുടെ ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഇട്ടൊഴിഞ്ഞ് ഓക്കെ പുതിയ രീതിയിൽ ഒരു ലൈഫ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ 2 മീനിങ്ങും വരുന്നുണ്ട്. സോ ഐ തിങ്ക് ഹാഫ് ഓഫ് ദ പ്രേക്ഷകർ, പകുതിയോളം പ്രേക്ഷകർ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി കൂട്ടുകയാണ്. ആൻഡ് ചില പ്രേക്ഷകർ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വിട്ടൊഴിഞ്ഞ് പുതുതായി ഒരു ലൈഫ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വെൽ, നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഈവൻ ഇഫ് റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ, നിങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റീസ് എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഫെയർനെസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു നല്ല സമയം വരുന്നുണ്ട്. ഓക്കെ, നല്ല സമയം എത്ര നാൾ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഈ റെഡ് സിമ്പിൾ, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് റെസ്റ്റാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ ബോഡിക്കൊരു റെസ്റ്റ്. ഓക്കെ, പക്ഷേ ഏത് രീതിയിലാണോ നിങ്ങളിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്, ആ റെസ്റ്റ് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ റെസ്റ്റാണ് വരുന്നത്. ഓക്കെ, ചിലർക്ക് ഹോസ്പിറ്റൽ കേസസ് ഏറെ വരാം. ഓക്കെ, ആ ഒരു ഏരിയയിലേക്ക് നിങ്ങളെ ഡ്രാഗ് ചെയ്യാതിരിക്കുക. ഓക്കെ, ബിക്കോസ് അതും റെസ്റ്റാണ്. ഡിവൈൻ റെലം നോക്കുന്നത് ഏത് കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല അത് റെസ്റ്റാണ്. അത് നിങ്ങളെ ഹോസ്പിറ്റൽ കേസസിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നോ, അങ്ങനെയും റെസ്റ്റ് നിങ്ങൾക്ക് തരാം. ഓൺലി ഇഫ് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഡിവൈൻ റെലം റെസ്റ്റ് മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഹോസ്പിറ്റൽസിൽ പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി വന്ന് നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്, ആൻഡ് ആ സമയത്ത് നിങ്ങൾ വർക്കുകൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ വിൽ ദാറ്റ് ബി എ റെസ്റ്റ്? ബിക്കോസ് എന്തായാലും നിങ്ങൾ ഫിസിക്കൽ എയിൽമെൻറ്റും കൂടി അനുഭവിക്കുകയാണ് നേരം. ഓക്കെ, അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിന് പകരം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിനെ ഡെലിഗേറ്റ് ചെയ്ത് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുത്താൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഫിസിക്കൽ ഇഷ്യൂസ് അതിൽ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, ബിക്കോസ് അതാണ് കാണിക്കുന്നത്. ലിറ്ററലി ഏറെ മെമ്പേഴ്സിന് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, ആൻഡ് നിങ്ങൾ എടുക്കുന്നില്ല, നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ മറ്റു ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിറ്റും ഉണ്ടാകുന്നുണ്ട്. ബിക്കോസ് ദേ ആർ എൻജോയിങ് ഹൂഎവർ ഇറ്റ് ഈസ്. ഓക്കെ, നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യാണ്, നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുകയാണ്, നിങ്ങളുടെ മേളിൽ റെസ്പോൺസിബിലിറ്റി ഇട്ടിട്ട് നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് എൻജോയ് ചെയ്യാണ്. ബിക്കോസ് അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ദേ ആർ ഗോയിങ് എഹെഡ്, ആൻഡ് അത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ട് എനിക്കും എന്തെങ്കിലും ചെയ്യണം, എനിക്കും ഇൻഡിപെൻഡൻ്റ് ആകണം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ബോത്ത് ഫോർ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം. ഓക്കെ, സോ മൈറ്റ് ബി ഞാൻ പറഞ്ഞത് ശരിയാണ്. എവിടെയോ ഏതോ ഫ്രണ്ട് അല്ലെങ്കിൽ ആരോ നിങ്ങൾ ശരിക്കും ചൂഷണം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ആൻഡ് എന്നെ കാണിച്ചിരുന്നത് ഒരു കുഷ്യൻ ചെയർ. ആ കുഷ്യൻ ചെയറിൽ നിങ്ങൾ ഇരിക്കുന്നത് വിത്ത് എ കപ്പ് ഓഫ് ടീ ഓർ കോഫി. ഓക്കെ, സോ കംഫർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് 4th ഹൗസ് ഈസ് ഓൾസോ കംഫർട്ട്. ഓക്കെ, സോ ഡിവൈൻ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ കംഫർട്ട് സോൺ കൊണ്ടുവരികയാണ്. ഓക്കെ, നിങ്ങളെ കംഫർട്ടബിൾ ആക്കുകയാണ്. സോ മൈറ്റ് ബി 10 years, 10 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിൽ മേലെ ആയിട്ടുണ്ടാവും പ്രേക്ഷകരുടെ കംഫർട്ട് സോണിലല്ല. ഓക്കെ, നിങ്ങൾ ജീവിക്കുന്നുണ്ടാകാം ഒരു സ്ഥലത്ത്, പക്ഷെ അവിടെ നിങ്ങൾ കംഫർട്ടബിൾ അല്ലായിരിക്കാം. ഓക്കെ, അതുകൊണ്ടും കൂടി ആകാം നിങ്ങൾക്ക് ഈ സ്ട്രഗിൾസ് ഇത്രയും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് എൽസ്. ഐ ഫീൽ ഈ റീഡിങ് വളരെ ഡീപ്പായിരിക്കും. 3 of Wands, okay, 3 of Wands, 9 of Pentacles, the Star,
One more card, please. Again, 2. Queen of Wands and the Hangman. സോ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് പ്രേക്ഷകർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ശരിയായ കാര്യമാണ്, മുന്നോട്ട് പോകൂ. ഓക്കെ, സോ ഇഫ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്, നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകൂ. റെസ്പോൺസിബിലിറ്റീസ് മാറ്റി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഗോ അഹെഡ്. ബിക്കോസ് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ്. ഇത് നിങ്ങൾക്ക് വിജയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് റിസൾട്ട് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഹീലിങ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് വരുന്നത്. ഈ ചെയ്യാൻ പോകുന്ന കാര്യം, ഓക്കെ, അത് പുതിയ ബിസിനസ് ആകാം, അല്ലെങ്കിൽ ഒരു വാട്ട് എവർ യു ആർ സ്റ്റാർട്ടിങ്, എന്താണോ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ റെൻറ്റ് വാടക വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാകാം. ഓക്കെ, ഇത് ഹീലിംഗ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഈ 10 വർഷത്തെ നിങ്ങളുടെ സ്ട്രഗിൾ, അതിൽ കൂടുതൽ ഓക്കെ വർഷത്തെ നിങ്ങളുടെ ഈ സ്ട്രഗിൾസിൽ ഒരു ശാന്തതയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഏത് കാര്യമാണോ എടുക്കുന്നത്, ഓക്കെ, നിങ്ങളുടെ ജോലി എന്താണോ തിരഞ്ഞെടുക്കുന്നത്, അത് ഏറെ പേർക്ക് ഹീലിംഗ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ടീച്ചർ പൊസിഷൻസ് ആണ് എനിക്കിപ്പോൾ മനസ്സിൽ വന്നത്. സോ ചില ടീച്ചേഴ്സായി ഭവിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ പറയുന്നത് ക്വീൻ ഓഫ് വാൻസ് ആയിട്ട് ഭവിക്കും. ദാറ്റ് ഈസ് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആകും. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആകും. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് നല്ലതായിരിക്കും. ഓക്കെ, സ്വന്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരാണോ വർക്കിംഗ് അതുമൂലം നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഓൾസ് നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ നല്ല പുരോഗതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഹാങ്മാൻ ആണ് വന്നത്. ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ വരുന്നത്, ഈ ഒരു കംഫർട്ട് സോൺ വരുന്നത്, ഈ കംഫർട്ട് സോണിൽ സാധാരണ നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ പല റീഡിങ്സിലും വരുന്നത് കംഫർട്ട് സോണിന് വെളിയിലിറങ്ങൂ എന്ന് പറഞ്ഞാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് കംഫർട്ട് സോൺ യൂണിവേഴ്സ് തരികയാണ്. ആൻഡ് ഈ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ ഏറെ വലുതാകുന്നതാണ്. ഓക്കെ, പല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതാകാം, നിങ്ങൾക്ക് അറിവ് വരുന്നതാകാം, ആൻഡ് ആ അറിവിലൂടെ നിങ്ങൾ ഏറെ പേരെ സഹായിക്കുന്നതാകാം, ഏറെ പേർക്ക് പറഞ്ഞു കൊടുക്കുന്നതാകാം. പക്ഷേ നിങ്ങൾ ഒരു സറണ്ടർ മോഡിലായിരിക്കും. ഓക്കെ, സംഹാവ് ഈ ഒരു കംഫർട്ട് സോൺ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ദാറ്റ് ചില സമയങ്ങളിൽ നമ്മൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സറണ്ടർ ചെയ്താലും നമുക്ക് ലഭിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഷോയിങ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് 1 നിങ്ങളുടെ റീഡിങ്. ഐ റിയലി ഹോപ്പ് ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾക്ക് ഈ റീഡിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി ഈ റീഡിംഗ് ക്ലെയിം ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കണ്ടുപോകുന്ന പ്രേക്ഷകർ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആസ് വെൽ എസ് സേൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്നെ അവിടെ ഫോളോ ചെയ്യുക. എഡ്യൂക്കേഷൻ കപ്പ്, മണി കപ്പ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്, ബുക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ഈ ഒരു ടൈം പീരീഡ് വളരെ നല്ലതാണ് എനർജൈസിങ്ങിന്. ആൻഡ് ഏറെ ഓർഡേഴ്സ് ഓൾറെഡി എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, ചൈത്ര നവരാത്രി നടക്കുകയാണ്. സോ ബെനിഫിറ്റ്സ് എടുക്കുക. ഓക്കെ, so see you in my next video. Bye. Hello group 2 ചൂസ് ചെയ്തത് 12th ഹൗസ് ആണ്. ആൻഡ് ഈ ഒരു ഹൗസ് മീൻസ് നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഓക്കെ, സോ മൈറ്റ് ബി ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങളേറെ ട്രബിൾ ചെയ്യുന്നുണ്ടാകാം, ഏതെങ്കിലും ലൈഫിലെടുത്ത ഡിസിഷൻ നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, സോ എന്ത് ബുദ്ധിമുട്ടാണോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ളത് അതൊരു വലിയ കോസിലേക്കാണ്. ഓക്കെ, വലിയ കോസ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമായതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്. സോ ലെറ്റ്സ് സീ എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
ഡിവൈൻ ഫോർ ഗ്രൂപ്പ് 2. എന്താണ് മെസ്സേജസ് ഫോർ ഗ്രൂപ്പ് 2? പേജ് ഓഫ് സോഡ്സ്. ഓക്കെ, സോ ചില പ്രേക്ഷകർ നൈറ്റ് ഓഫ് വോൺസ്, യുനോ ആയത് നിങ്ങൾക്കൊരു സത്യം അറിയേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളിതുവരെ അറിഞ്ഞിട്ടില്ല. ആൻഡ് ചില പ്രേക്ഷകർ ഓൾറെഡി ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾ ഓൾറെഡി സത്യം അറിഞ്ഞു കഴിഞ്ഞവരാണ്. അതാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്. ഓക്കെ, ആൻഡ് അത് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയെ ആക്ച്വലി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഗ്രൂപ്പ് 1 അറ്റാച്ച് ചെയ്യുകയല്ല, പക്ഷേ നിങ്ങളുടെ സന്തോഷത്തെ, നിങ്ങളുടെ ധൈര്യത്തെ, ആത്മധൈര്യം എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഹോപ്പ്, ഓക്കെ, ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു സത്യം. ഓർ ഇതുവരെ ഈ സത്യം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ആൻഡ് ഇത് നിങ്ങളെ ഏറെ ആഘാതത്തിൽ ആക്കിയിട്ടുണ്ട്. സോ 12th ഹൗസ് ആണ്, സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ കാർഡാണ് 12th ഹൗസ്. ഓക്കെ, ആൻഡ് 12th ഹൗസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് വരുമ്പോൾ 3 ഓഫ് സ്വോർഡ് 10 ഓഫ് സ്വോർഡ് കോമൺ കാർഡ്സ് ആണ്. ഓക്കെ, ബിക്കോസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കും വന്ന് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിൽ നിന്നൊന്ന് ഇളക്കി വിടുന്നത്. ഓക്കെ, എന്ത് കാര്യം നിങ്ങളുടെ ഏറ്റവും സന്തോഷമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ, അവിടെയാണ് നിങ്ങൾക്ക് ഈ വേദന കിട്ടിയിരിക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി റിലേഷൻഷിപ്പാണ്. ഓൾമോസ്റ്റ് 88% പ്രേക്ഷകർക്ക് റിലേഷൻഷിപ്പാണ്. ബാക്കി 12% പ്രേക്ഷകർക്ക് ഫൈനാൻസസ് ആകാം. ഓക്കെ, ജോബ്, ബിസിനസ് മാറ്റം. ഓക്കെ, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്. യെസ്, ഒരു ലാക്ക്, ദാറ്റ് ഈസ് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലായ്മ. ഓക്കെ, സാമ്പത്തിക തുണയില്ലായ്മ, നിങ്ങളുടെ കൈ പിടിച്ച് നടക്കാൻ ഒരാളില്ലായ്മ. ഓക്കെ, അത് കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ പേരൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ബിട്രയലാകാം. ഓക്കെ, ചിലർക്ക് ചിലരുടെ സ്വത്ത്, ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ പൂർവിക സ്വത്ത് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട സ്വത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. മൈറ്റ് ബി ഒരു സ്പെസിഫിക് പേഴ്സണിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അധികാരമുള്ള സ്വത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിയിട്ടുണ്ട് ചില പ്രേക്ഷകരെ. ദ ടവർ, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഓക്കെ, ഈവൻ തോ നിങ്ങൾക്ക് അറിയായിരുന്നു നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പിലാണോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ബുദ്ധിമുട്ട്. ഞാൻ പെർട്ടിക്കുലർലി എടുത്ത് പറയുന്നില്ല, ബിക്കോസ് അത് പറഞ്ഞാൽ ഉടനെ തന്നെ ഒത്തിരി റിലേഷൻഷിപ്പ് വരും. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഒരു ബേസ് ഗ്രൗണ്ടിൽ പോകുകയാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണിത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് നിൽക്കുമെന്ന് വിചാരിച്ച ആൾക്കാർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് ഈ റീഡിങ്ങിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. സോ മൈറ്റ് ബി നിങ്ങളിപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായി. ദാറ്റ് ഈസ് ഇനി ഞാൻ മുന്നോട്ട് എങ്ങനെ പോകണം. ഓക്കെ, ആൻഡ് മണി, പണമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ. 2 ഓഫ് വൺസ്, മൂൺ ആൻഡ് 3 ഓഫ് കപ്സ്. സോ ചില പ്രേക്ഷകർക്ക് ഹിഡൻ എനിമീസ് ആണ് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. ചില പ്രേക്ഷകർക്ക് അവരുടെ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങൾ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പിലായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് നിങ്ങളെ ഡിച്ച് ചെയ്തിട്ടുണ്ട്. സംവേർ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് നേരത്തെ അറിവുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ പറയില്ല എല്ലാവർക്കും അറിവുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഹിൻറ്റ് കിട്ടിയിരുന്നു. ഈ ഒരു 3 ഓഫ് സ്വോർഡ്സിൻ്റെ മേളിലാണ് മൂൺ കാർഡ് വന്നിരിക്കുന്നത്.
നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഊഹം നേരത്തെ ഉണ്ടായിരുന്നു ദാറ്റ് നിങ്ങൾക്കൊപ്പമുള്ള ആൾക്കാർ, ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല ചിന്തിക്കുന്നത് നിങ്ങൾക്കറിയായിരുന്നു. ഓക്കെ, പക്ഷേ ഇത്രയും വലിയൊരു രീതിയിൽ നിങ്ങൾക്ക് ബിട്രയൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ല. വിശ്വസിച്ച ഫ്രണ്ട്സ് നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ആൻഡ് ചില പ്രേക്ഷകർക്ക്, ഓക്കെ, ഫ്രണ്ട്സ് അല്ല നിങ്ങളുടെ ഈ ഒരു അനുഭവത്തിന് കാരണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അവൈലബിൾ ആണ്, അവരോട് ഹെൽപ്പ് ചോദിക്കൂ. ഓക്കെ, പെർട്ടിക്കുലർലി ഫൈനാൻസസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവർ റെഡിയാണ്. ഓക്കെ, ടെൻ ഓഫ് കപ്സ്. ഓക്കെ, സോ ഇപ്പോൾ എന്തുകൊണ്ട് ഈ സംഭവം ഇപ്പോൾ വന്നു, അത് ഏതൊരു പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. മൈറ്റ് ബി ഒത്തിരി വർഷങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ ബിട്രയൽ കിട്ടുന്നത്. ആൻഡ് ചില പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ബിട്രയൽ ഏറെ വർഷങ്ങളിൽ കൊണ്ട് തന്നെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. ഓക്കെ, സോ നിങ്ങളുടെ ചോദ്യം വന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ അറിഞ്ഞു. ബിക്കോസ് നിങ്ങളുടെ ലൈഫിലൊരു റീസെറ്റ് ബട്ടൺ ആണ് യൂണിവേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു റീസെറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് തുണയായിട്ട് നിൽക്കേണ്ട ആൾക്കാർ മാത്രം വരാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഏതൊക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ശരിയാകും അല്ലെങ്കിൽ ഏതൊക്കെ റിലേറ്റീവ്സ് നിങ്ങൾക്കൊപ്പം നിൽക്കും, അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് ജസ്റ്റ് ബി കാം. ഓക്കെ, ഒരിടത്തിരിക്കൂ, മെഡിറ്റേറ്റ് ഏറെ ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്കൊരു ഗുരു അവൈലബിൾ ആണ്. ഓക്കെ, അതാരാണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യൂ, ആ ഗുരുവിനെ കോൺടാക്റ്റ് ചെയ്യൂ. ആൻഡ് അവർ പറഞ്ഞു തരുന്ന രീതികൾ അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്ന ഗൈഡൻസ്, അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അത് പഠിക്കുക. ഓക്കെ, ബിക്കോസ് ആ ഗൈഡൻസ് നിങ്ങൾക്കൊരു വഴികാട്ടിയാണ്. ആൻഡ് ഫ്യൂച്ചറിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വഴികാട്ടിയായി മാറും. ഓക്കെ, സൺ കാർഡാണ്. ഓക്കെ, സോ യെസ്, ഇപ്പോഴത്തെ ഈ ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ കുറച്ച് മാസങ്ങൾ വേണ്ടി വരും. മൈറ്റ് ബി 8 months വരെ, ചിലർക്ക് 8 ആഴ്ച, ചിലർക്ക് 8 മാസം. നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചാണ്. ഓക്കെ, ഒരു ബുദ്ധിമുട്ടിനെ നേരിടാനുള്ള നിങ്ങളുടെ കരുത്തനുസരിച്ചാണ് നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പോകുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇത് സൺ കാർഡാണ്, വിജയത്തിൻ്റെ കാർഡാണ്. ഇന്നർ ചൈൽഡ് ഹീലിങ്ങും കൂടി പ്രേക്ഷകർ ചെയ്യുക. ഓക്കെ, ആസ് സൂൺ നിങ്ങൾ ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ, എപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് സ്റ്റാർട്ടാകുന്നു, പെർട്ടിക്കുലർലി ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങളുടെ സ്റ്റാർട്ടാകുന്നു, നിങ്ങൾക്ക് പതുക്കെ ഓപ്പർച്യൂണിറ്റീസ്, വഴികൾ വന്ന് ചേരുന്നതാണ്, നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആകുന്നതാണ്. ഓക്കെ, കുഞ്ഞുങ്ങളുമായിട്ട് ഏറെ ഇടപെടുക. ചില പ്രേക്ഷകർക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വർക്ക് ചെയ്യാനാണ് പറയുന്നത്, ബിക്കോസ് അതായിരിക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസ്. ഇമോഷൻസ് ബാലൻസ് ആക്കുക. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ആകുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫ് റീസെറ്റ് ആകുന്നത്. അതിന് ഇത്തിരി സമയം എടുക്കേണ്ടി വന്നാൽ എടുക്കൂ, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഓക്കെ, I would like to take other cards for you. Divine, what should group 2 know more about this reading? Sacral chakra. സേക്രഡ് ചക്ര സന്തോഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന ചക്രയാണ്. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, പുതിയ ഐഡിയാസ് വരാൻ സേക്രഡ് ചക്രയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ വം എന്ന ബീജമന്ത്ര ചൊല്ലാം, കേൾക്കാം. സേക്രഡ് ചക്ര ഹീലിംഗ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഡിഫീറ്റാണ്. ഓക്കെ, യൂണിവേഴ്സ് അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. മെമ്മറീസ് ഓഫ് ലവ്, സന്തോഷങ്ങൾ തന്ന ജീവിത സാഹചര്യങ്ങൾ, അതിലെ കൂടുതൽ ഓർക്കാൻ ശ്രമിക്കും. ഓക്കെ, ബിക്കോസ് എപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ ടാപ്പിൻ ചെയ്യുന്നു, ലവ് എന്ന കാര്യത്തിൽ. ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ലവിങ് ജെസ്റ്റേഴ്സ്, സ്നേഹം, സമാധാനം വരാൻ പാടാണ്. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് പണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന നല്ല അനുഭവങ്ങൾ അതിനെ എഴുതൂ.
ഓർ അതിനെ റിപ്പീറ്റഡ്ലി കാണാൻ തുടങ്ങും. ഓക്കെ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന സാഹചര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ആ സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ചേഞ്ച് ചെയ്യൂ. നിങ്ങളുടെ പഴയകാല നല്ല അനുഭവങ്ങളെ ഓർക്കാൻ ശ്രമിക്കൂ. അതൊരു റീസെറ്റിംഗ് ആണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ സീക്രട്ട് ചക്ര ഹീലിംഗും കൂടി ചെയ്യും. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലിറങ്ങാൻ പറ്റും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സക്സസ്സിനെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പറ്റും. ഓക്കെ ഗായ്സ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഗ്രൂപ്പ് 2 ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്, താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ നിന്ന് ഗൈഡൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യേണ്ട നമ്പർ ആസ് വെൽ ആസ് സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. മണി കപ്പ്, എഡ്യൂക്കേഷണൽ കപ്പ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഈ ടൈമിംഗ്, ചൈത്ര നവരാത്രി ടൈമിങ്ങിൽ ബ്രേസ്ലെറ്റ്സ് എനർജൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓൾറെഡി ഞാൻ ഏറിയ ഓർഡേഴ്സ് എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ്. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.